ഹായ്, ഹലോ. നമ്മുടെ ചാനലിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 101 കറിക്ക് സമാനമായ ഇഞ്ചിക്കറിയാണ് ആദ്യം വയ്ക്കുന്നത്. സദ്യയ്ക്ക് ഇലയിൽ വിളമ്പുമ്പോൾ ഉപ്പും വറ്റലുകളും കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചി, നാരങ്ങ, മാങ്ങ ഇത് മൂന്നുമാണ് ഇലയിൽ വിളമ്പുന്നത്. അത് മൂന്നും ഞാനിന്നിവിടെ കാണിക്കുന്നുണ്ട്. ഇഞ്ചി ഞാൻ വറുത്ത് പൊടിച്ചാണ് വയ്ക്കുന്നത് കേട്ടോ. ഇഞ്ചിക്ക് ചിലർ ഉള്ളിയിട്ട് വെക്കും കേട്ടോ. ഉള്ളിയിട്ട് വെച്ചാലും നല്ലതാണ്. പെട്ടെന്ന് ചീത്തയായി പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഉള്ളി ഇടാതാണ് ഇഞ്ചി വെക്കുന്നത്. ഇഞ്ചി വറുത്തിട്ട് പൊടിച്ച് മാറ്റി വെച്ച് വേറൊരു ചട്ടിയിൽ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് വറുത്ത ശേഷം പുളിവെള്ളവും പിന്നെ പൊടികളും എല്ലാം ചേർത്ത്, പൊടികളെന്ന് പറഞ്ഞത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച്, പിന്നെ ഇഞ്ചി തരിയാണ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും എടുത്തിട്ട് കുറേ സമയം, കുറച്ച് കൂടുതൽ വെള്ളത്തിൽ കുറേ സമയം ഇങ്ങനെ വെന്ത് അങ്ങനെ വറ്റി വരുമ്പോൾ ഉണ്ടല്ലോ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കളറായി വരും. ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ വേവിച്ചങ്ങ് വറ്റിക്കണം. വറ്റിച്ച ശേഷം ഒരു ഇച്ചിരി ശർക്കര ചേർക്കും. ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാം. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ ഇരുന്നുകൊള്ളും, ചീത്തയായി പോകത്തേയില്ല. ടേസ്റ്റാണെങ്കിലോ ഭയങ്കര ടേസ്റ്റാണ്. എടുത്ത് അടുത്തത് നമുക്ക് നാരങ്ങ കറി ഉണ്ടാക്കാം. നാരങ്ങ കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗണപതി നാരങ്ങയാണ് എടുത്തേക്കുന്നത്. കറി വയ്ക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ വലിയ, അതിന് ഇവിടെയൊക്കെ ഗണപതി നാരങ്ങ എന്നാണ് പറയുന്നത്. അടുത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഗണപതി നാരങ്ങ എന്നാണ് പറയുന്നത്. പലർക്കും ഒരു ധാരണയുണ്ട് ഈ നാരങ്ങ കറി വെച്ചാൽ അതിനൊരു കയ്പ്പുണ്ടാകുമല്ലോ എന്ന്. ഇത് കയ്പ്പൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അതിനൊരു ടിപ്പുണ്ട്, അത് ലാസ്റ്റിൽ പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് കടുകിട്ട് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അരിഞ്ഞു വെച്ച നാരങ്ങ എടുത്ത് തട്ടി വഴറ്റിയെടുക്കണം. നല്ലെണ്ണയാണ് അതിലൊഴിച്ചേക്കുന്നത് കേട്ടോ. നാരങ്ങ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നു, ഒത്തിരി അങ്ങ് മൂത്ത് വരുമൊന്നും വേണ്ട. അതിൽ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കൂടുതൽ മുളക് പൊടിയും ഒരിച്ചിരി മല്ലിപ്പൊടിയും. മല്ലിപ്പൊടി അത്ര മതി, നാരങ്ങ ആയതുകൊണ്ട് മുളക് പൊടിയാണ് കൂടുതൽ നിൽക്കേണ്ടത്. കറി ആയതുകൊണ്ടാണ് ഒരിച്ചിരി മല്ലിപ്പൊടി ഇട്ടത്. അച്ചാറാണെങ്കിൽ ഇടത്തില്ല. കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഇടണം. പിന്നെ ലാസ്റ്റിൽ വാങ്ങാൻ നേരം ഒരിച്ചിരി പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കയ്പ്പുണ്ടാകത്തില്ല. ഇതാണ് കേട്ടോ ആ ടിപ്പ്. ഞാൻ പറഞ്ഞില്ലേ, കയ്പ്പില്ലാതിരിക്കാൻ ഒരിച്ചിരി പഞ്ചസാര ചേർത്താൽ അത് കഴിക്കാതെ നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാം. അങ്ങനെയാണേ. കടുമാങ്ങ ഞാൻ ഒരിച്ചിരി വിളഞ്ഞ മാങ്ങയാണ് എടുത്തേക്കുന്നത്. കാര്യം പുളിപ്പ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെ മതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. ഓരോരുത്തർക്കും എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം. എനിക്ക് ഇച്ചിരി വിളഞ്ഞ മാങ്ങ മതി, അതുകൊണ്ട് ആണ് അതിങ്ങനെ പഴുത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. പഴുത്തൊന്നും അല്ല, ഇതിന് പുളിപ്പ് കുറയും, അതാ. പിന്നെ ഇത് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ട് അതിൽ തന്നെ ഞാൻ എല്ലാ പൊടികളും അങ്ങ് ചേർക്കുകയാണ് ചെയ്യുന്നത്. മുളക് പൊടിയും പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഞാൻ അതിലിട്ടിട്ടുണ്ട്, കായപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ കടുക് വറുത്ത് പൊടിച്ചിട്ട് അത് നല്ല തരിയാണ് പൊടിച്ച് അതും ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് നല്ലപോലെ ഇളക്കി ചേർത്ത് അങ്ങനെ അങ്ങ് വയ്ക്കും. വെച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറേ കൂടുതൽ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ ഒന്ന് ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി, അതിന് ശേഷം ആ ചൂട് നല്ലെണ്ണ എടുത്ത് ഞാൻ ഇതെല്ലാം ചേർത്ത് വെച്ചേക്കുന്ന മാങ്ങയിലങ്ങ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഒഴിച്ച് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് അങ്ങനെ അങ്ങ് വയ്ക്കും. അങ്ങനെയാണ് ഞാൻ മാങ്ങ ഇടുന്നത്. അല്ലാതെ ഇടും, ഇതാണ് എളുപ്പം.
ഇത് ഇന്നിട്ട് കഴിഞ്ഞാൽ 2-3 ദിവസം ആകുമ്പോൾ ഭയങ്കര മണവും രുചിയുമാണ്. ഇതിൻ്റെ ആ അടപ്പങ്ങോട്ട് തുറക്കുമ്പോഴേ ഭയങ്കര മണമാണ്. പിറ്റേന്ന് എടുക്കുമ്പോൾ തന്നെ എന്ത് മണമാണെന്നോ. 3-4 ദിവസം അത് തുറക്കാതിരുന്നിട്ട് അത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മണമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത്തവണത്തെ ഓണത്തിന് എല്ലാവരും ഞാനുണ്ടാക്കിയ ഇഞ്ചിയും മാങ്ങയും നാരങ്ങയും ഒന്നുണ്ടാക്കി നോക്കണം. ഇത് 3ഉം ഈസി ആയിട്ടാണ്, സൂപ്പറാ. ഒന്ന് നോക്കണം കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 3 തൊടുകറികളാണിത്. ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.